ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ ഒന്നും അരക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചീരയും പരിപ്പും കണ്ട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഏകദേശം 1 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചുവന്ന കളറുള്ള പരിപ്പാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് സാമ്പാർ പരിപ്പാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാൻ നല്ലപോലെ കഴുകി എടുക്കട്ടെ. ഇപ്പോൾ ഇതേ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഞാനൊരു 5-6 ചെറിയ ഉള്ളി രണ്ടായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, കാരണം പരിപ്പൊക്കെ ആകുമ്പം വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് അധികം എരിവില്ലാതെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് കവർ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലൊന്നും ഇടുന്നില്ല, ഒന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചെറിയ ഒരു കെട്ട് ചീര നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയിൽ കിടന്നിട്ട് ഇലയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചീരയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടിപ്പോവും. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ ആ കറിക്ക് നല്ല മഞ്ഞ കളർ കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. ഇപ്പോൾ പിന്നെ ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിട്ട് ഇലയൊക്കെ നല്ലപോലെ കുക്കായി എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിരിക്കും തോറും ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിനി കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് വറവിടണം. അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ നല്ല പോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ ഇലക്കറികളിലൊന്നും സാധാരണ കറിവേപ്പില ഇട്ട് കൊടുക്കാറില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കറിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ലപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാണ്. ഇപ്പോൾ ഞാൻ കറി സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ചേർത്തില്ല എന്ന് കരുതി ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല. അപ്പോൾ നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.